ഹായ്, നമുക്കേ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പഠിക്കാം. അതിന് ഒരു കാര്യം പറയാണ്ട്, ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. അടിച്ചു പൊളിച്ച് പഠിക്കണം. നാളെ നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. Give reason even after the sun has disappeared from the horizon, it is still possible to see the sun for a short time thereafter. അതായത് ചക്രവാളത്തിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞാലും അല്പസമയത്തോട് കൂടി സൂര്യനെ കാണാൻ സാധിക്കും. എന്താണ് കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഹൊറിസോൺ അല്ലെങ്കിൽ ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച എപ്പോഴും എങ്ങനെയാണ്? നേരെയാണ്. നമ്മുടെ ഒരു കടൽ തീരത്ത് പോയിട്ട് കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കടലിലേക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു ബിന്ദു ഉണ്ട്. ബിന്ദു അല്ല, ഒരു സ്ട്രെയിറ്റ് ആയ വര പോലെ കാണാൻ സാധിക്കും. അതാണ് എന്ത്? ചക്രവാളം എന്ന് പറഞ്ഞാൽ. ശരിക്കും സൂര്യൻ കടലിൽ മുങ്ങുകയാണ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. സൂര്യൻ അങ്ങ് എവിടെയോ മാഞ്ഞു പോവുകയാണ് അല്ലേ? സോ നമുക്കെന്ത് തോന്നും? നമുക്ക് തോന്നുക കടലിൽ മുങ്ങാൻ തോന്നും. ശരിയല്ലേ? പക്ഷേ നമ്മുടെ ഒരു കാര്യം ഇവിടെ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു കാര്യം ആദ്യമേ പറയാണ്. ദ ആക്ച്വൽ ക്രോസിംഗ് ഓഫ് ദ ഹൊറൈസൺ ബൈ ദ സൺ ഈസ് ദ ആക്ച്വൽ സൺറൈസ് ആൻഡ് ദ ആക്ച്വൽ സൺസെറ്റ്. ശരിക്കുമുള്ള സൂര്യൻ്റെ ഉദയവും അസ്തവും എന്ന് പറഞ്ഞാൽ ഹൊറൈസൺ. നോക്കൂ, എന്താണ് ഹൊറൈസൺ? ഇത് ഭൂമിയാണ്. ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? അന്തരീക്ഷമുണ്ട്. നമ്മളിതാ ഈ ഭൂമിയിൽ ഇവിടെയാണ് ജീവിക്കുന്നത് വിചാരിക്കൂ. നോക്കൂ, അപ്പോൾ നമുക്ക് ഈ ഒരു വരയാണെന്ത്? ഹൊറൈസൺ എന്ന് പറയാം. നോക്കൂ, സൂര്യൻ ദാ ഇവിടെ നിന്നും താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ എത്തിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റൂല? സൂര്യനെ കാണാൻ സാധിക്കില്ല അല്ലേ? ഇനി എപ്പോഴാണ് സൂര്യൻ ഉദിച്ചു വരിക? ഈ ഒരു വരയ്ക്ക് മുകളിലേക്ക് വരുമ്പോൾ. കാരണം നമ്മുടെ കാഴ്ച ഒരിക്കലും എങ്ങനെ ഉണ്ടാവില്ല? നമുക്കൊരിക്കലും ഇതാ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നേരെയാണ് കാണുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കാണുന്നത് ഹൊറൈസണിൻ്റെ അല്ലെങ്കിൽ ചക്രവാള സീമയുടെ മുകളിലേക്ക് വരുമ്പോഴാണ് സൂര്യനെ കാണുക. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂര്യൻ ശരിക്കും ഉദിക്കുന്നത് കണ്ടോ? ഉദിക്കുന്നതിന് മുമ്പേ തന്നെ, അതായത് സൂര്യൻ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യൻ ഉദിച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇതാ സൂര്യൻ അസ്തമിച്ചിപ്പോൾ ഇവിടെ എത്തി. അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യനെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിഭാസത്തിൻ്റെ പേര് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനമാണ്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ സൂര്യൻ. സൂര്യൻ ഇങ്ങനെ താഴോട്ടേക്ക് വന്നപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ചക്രവാള സീമ കഴിഞ്ഞു, ഹൊറൈസൺ കഴിഞ്ഞു. എവിടെ എത്തി? അസ്തമിച്ച് കഴിഞ്ഞു. ഒരിക്കലും ഇത്രയും ഭാഗത്തുള്ള സൂര്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സൂര്യപ്രകാശം എല്ലാ ഭാഗത്തും ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലുള്ള പ്രകാശം തീർച്ചയായിട്ടും നമ്മുടെ നേരെയും വരുന്നുണ്ട്, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കാറുണ്ട്. ഇത് ശൂന്യതയാണ്. ഇത്രയും ഭാഗം, ഈ ചുവന്ന് കാണിച്ചിരിക്കുന്ന ഭാഗം ശൂന്യതയാണ്. പക്ഷെ ഈ ഭാഗം എന്താണ്? അന്തരീക്ഷമാണ്. ഇവിടേക്ക് കടക്കുക ചെയ്യുക. അപ്പം നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഏറ്റവും കട്ടി കുറവാണ്. പക്ഷേ ഇങ്ങനെ ഭൂമിയുടെ അടുത്തേക്ക് സർഫസിൽ വരുമ്പോൾ കട്ടി ഇങ്ങനെ കൂടി വരും അല്ലേ? സോ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ പ്രകാശരശ്മികൾക്ക് എന്തുണ്ടാവുന്നുണ്ട്? അപവർത്തനം ഉണ്ടാവുന്നുണ്ട്. സോ ഒരു പ്രകാശരശ്മിത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്രകാശരശ്മിക്ക് അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനം സംഭവിക്കുന്നു. അങ്ങനെ ആ ഒരു രശ്മി ബെൻഡ് ചെയ്യുന്നു. ഇറ്റ് ബെൻഡ് ടുവേഡ്സ് ദ നോർമൽ. കാരണം റെയറർ മീഡിയ ഡെൻസർ മീഡിയ ആണ്. ഇതാണ് നമ്മുടെ ലംബം നോർമൽ എങ്കിൽ ശരിക്കും ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു. എന്ത് സംഭവിക്കും? ഇറ്റ് ബെൻഡ് ടുവേഡ്സ് ദ നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട് ലംബത്തോട് അടുത്ത് വരും അല്ലേ? അങ്ങനെ ഇതിന് തുടർച്ചയായിട്ട് എന്തിനു സംഭവിക്കുന്നു? അന്തരീക്ഷ അപവർത്തനം നടക്കുന്നു. നേരെ എവിടെ എത്തും? നമ്മുടെ കണ്ണിലെത്തിച്ചേരും. നമ്മുടെ കാഴ്ച എല്ലായ്പ്പോഴും എങ്ങനെയാണ്? നേരെയാണ്. നമ്മുടെ കണ്ണിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെയാണോ ആ ദിശയിൽ അവിടെയാണ് നമ്മൾ ആരെ കാണുക? സൂര്യനെ കാണുക. ശരിക്കും ഇപ്പോൾ സൂര്യൻ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കും, മുകളിൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പം എന്താ ഇതിന് കാരണം? അന്തരീക്ഷ അപവർത്തനം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ഇങ്ങനെ നമുക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 2 മിനിറ്റും സൂര്യൻ ഇപ്പോൾ മുകളിലേക്ക് വരികയും വിചാരിക്കും, ഉദിക്കുകയും വിചാരിക്കും. അപ്പോഴും ഉദിക്കാൻ വേണ്ടി ഇവിടെ എത്തുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് ശരിക്കും ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ തന്നെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉദിക്കുമ്പോഴും സെയിം സിറ്റുവേഷനാണ് ഉണ്ടാവുക അല്ലേ? സോ ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സൺറൈസ് ആൻഡ് അപ്പാരൻറ്റ് സൺറൈസ് ഈസ് അബൌട്ട് 2 മിനിറ്റ്. 2 മിനിറ്റ് ആണ്, മീറ്റർ അല്ല.
ഓക്കെ, അതേപോലെ നമ്മുടെ ആക്ച്വൽ സൺസെറ്റും അപ്പാരൻറ്റ് സൺസെറ്റും ശരിക്കുള്ളതും അതേപോലെ ശരിക്കില്ലാത്തതുമായ, അങ്ങനെയാണല്ലോ നമ്മൾ പറയേണ്ടത്, അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് 2 മിനിറ്റ് ആണ്. അപ്പോൾ രാവിലെ നമുക്ക് 2 മിനിറ്റ് എക്സ്ട്രാ സമയം സൂര്യനെ കാണാൻ സാധിക്കും. അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സൂര്യനെ 2 മിനിറ്റ് നേരം കാണാൻ സാധിക്കും. നല്ല കാര്യമല്ലേ അത്? ശരിയല്ലേ? സോ ഇത് മനസ്സിലാക്കി വെക്കുക. സോ ഇതുകൊണ്ടാണ്, ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് സൂര്യനെ നേരത്തെ തന്നെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ അസ്തമിച്ച് കഴിഞ്ഞാലും ആഫ്റ്റർ സൺസെറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എന്ത് ചെയ്യണം? ഇന്നത്തെ ലൈവിൽ മസ്റ്റായിട്ട് വരണം കേട്ടോ. സോ വൈകിട്ട് കാണാം കൃത്യം 7 മണിക്ക്. ബൈ.